ഹായ്. അങ്ങനെ നമ്മുടെ കോൺഫിഡൻറ്റ് മുതലാളി റോയ് സാറ് എന്ന നന്മമരം ഇല്ലാതെയായി. അടുത്തതാര്? വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടൊരു ചോദ്യമാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം അവിടം തൊട്ടിട്ട് ഇങ്ങോട്ട് വരുന്ന വാർത്തകളെല്ലാം ഫുള്ള് ദുരൂഹതയാണ്. ഇൻകം ടാക്സുകാരും ഇ ഡിയും കൂടെ സമ്മർദ്ദത്തിലാക്കിയിട്ടാണ് കൊന്നത്. ബി ജെ പിക്കാരാണ് കൊന്നത്. സാബു ജേക്കബിനെ പോലെ ബി ജെ പി ചേർന്നിരുന്നെങ്കിൽ അദ്ദേഹം രക്ഷപ്പെട്ടേനെ. അങ്ങനെ കിട്ടണ സമയത്തെ എല്ലാം പരമാവധി സോഷ്യൽ മീഡിയ നിറഞ്ഞു. ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത്. പക്ഷെ ഞെട്ടിച്ചുകൊണ്ടൊരു ഒരു യൂട്യൂബ് വീഡിയോ വന്നു. അതാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് വന്നത്. CJ റോയിയുടെ മരണം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ദുരൂഹത. അത്യാവശ്യം ഇപ്പം അടുത്ത് നല്ല റീച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്റ്റാൻഡേർഡ് ആണെന്ന് ഞാൻ കരുതിയ ഒരു പുതിയ യൂട്യൂബ് ചാനലിൻ്റെ ഹെഡിങ് ആണിത്. ഞാൻ ക്ലിക്ക് ചെയ്തു. സ്വാഭാവികമായിട്ട് ഒന്നുമില്ല. അവർ CJ റോയ് ആരായിരുന്നു, CJ റോയ് എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്, CJ റോയ് എന്താണ്, CJ റോയിൻ്റെ സ്ട്രോങ് റൂം എന്ന് എല്ലാം കൂടെ കൂട്ടിപ്പിടിപ്പിച്ചുകൊണ്ട് രണ്ടുപേരും ചർച്ച ചെയ്യുകയാണ് സംഭവം. അതായത് മൊത്തം കണ്ടു കഴിയുമ്പോൾ ആൾക്കാർ പൊട്ടനാക്കി, ഓക്കെ ഫൈൻ. പക്ഷേ ഗംഭീര ചർച്ച അന്നേ ദിവസം രാത്രി 24 ചാനൽ നടത്തിയാണ്. ഹാഷ്മിയാണ്. അപ്പുറത്ത് നമ്മുടെ ബഹുമാനായ SKN സാറും ഉണ്ട്. ഈ ചർച്ചയിൽ വളരെ പ്രാവീണ്യമുള്ള ഒരു നിരീക്ഷകൻ വന്നിരുന്നു, രാഹുൽ ഈശ്വർ. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ MD CJ റോയിയുടെ ഈ ആത്മഹത്യയെ പറ്റിയിട്ട് പ്രതികരിക്കാനുള്ള ഒരു അതിഥിയാണ് രാഹുൽ ഈശ്വർ. ഇയാൾ സത്യത്തിൽ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്ത് ഔചിത്യം വെച്ചിട്ടാണ് ഈ പ്രോഗ്രാമിൽ ചർച്ച ചെയ്യാൻ അയാളെ വിളിച്ചെന്ന് അറിയില്ല. ആർക്കാ എന്താ നടന്നതെന്ന് അറിയില്ല. അതിനുശേഷം പിന്നെ ഈ നന്മമരത്തിന്റെ മുഖം മൊത്തത്തിൽ അങ്ങോട്ട് മാറുകയാണ്. പിന്നെ നോക്കുമ്പോണ്ട് ഇയാൾ വേറെ ഏതോ കമ്പനിയെ പറ്റിച്ചതാണ്, ഏതോ നമ്പൂതിരിന്റെ ഭാര്യയായിട്ട് ചതിച്ചു, നമ്പൂതിരിയും ഭാര്യയും പഴയ കമ്പനി ഓണർമാർ ജയിലിലാണ്. ആകപ്പാടെ ദുരൂഹതയുടെ പ്രളയമാണ്. ഇദ്ദേഹത്തിന് ഫണ്ടിങ് കൊടുത്ത ആൾക്കാർ രഹസ്യം പുറത്തു പോകുന്ന കരുതിയിട്ട് അങ്ങനെ നിർബന്ധിച്ച് ഇയാളെ ഭീഷണിപ്പെടുത്തി കൊലപ്പെടുത്തുന്നൊക്കെ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല. പക്ഷേ നന്മമരങ്ങളുടെ മുഖങ്ങൾ മാറുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ചർച്ചയാണ് ഇപ്പം ഈ കേരളത്തിലെ കുറേ ബിസിനസ്സുകാർ നന്മമരങ്ങളാണ്. ശരിക്കും ഭൂമിയിലേക്ക് വന്ന അവതാരങ്ങളാണ്. അവരിങ്ങനെ തുടരെ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുന്നു, അവരുടെ ബ്രാൻഡിങ് വരുന്നു, അവർ സഹായിക്കുന്നു. സഹായിക്കാൻ ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ് മൊത്തം. അൺയൂഷ്വൽ വേഗതയിൽ വളരുന്ന ബ്ലാക്ക് മണി എന്താ പറയുക വൈറ്റ് ആക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്റ്റുകൾ കേരളത്തിൽ മൊത്തം വന്നുകൊണ്ടിരിക്കുകയാണ്. അൽ മുക്താദിർ അതിൻ്റെ ഏറ്റവും മനോഹരമായ എക്സാമ്പിൾ ആയിരുന്നു. എന്തൊക്കെയായിരുന്നു ബഹളം. എല്ലാ ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ടിലാണ് പരസ്യം വരുന്നത്. മറുനാടൻ മലയാളി വർഷങ്ങളെ പറയാൻ വേണ്ടി ഇതിപ്പ പൊട്ടും. ഒരു കുഴപ്പമില്ല, ആൾക്കാർ കാശ് മുടക്കിക്കൊണ്ടേയിരുന്നു. ഓരോ ദിവസവും പുതിയ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്തുകൊണ്ട് പല നന്മമരങ്ങളും ഇപ്പോഴും വരുന്നുണ്ട്. എന്നാണ് ഇനി അടുത്തത് പൊട്ടുമെന്നറിയില്ല. എങ്കിൽ നന്മമരങ്ങൾക്ക് ഒരു കുറവുമില്ല. ഫേസ്ബുക്കിനകത്ത് പ്രൊമോഷനാണ്. ഇന്ന് നന്മമരം കണ്ടോ, ഈ നന്മമരം കണ്ടോ, ഇക്കയ്ക്ക് എന്ത് വേണം, ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ് ഇക്കമാരും അതെ, നമ്പൂരിമാരും അതെ. ജാതി പറയല്ല കേട്ടോ, ബട്ട് ഇറ്റ്സ് ഫൈൻ. ചുരുങ്ങിയ ചെലവിൽ ബ്രാൻഡിങ് ആകാൻ ഏറ്റവും നല്ല ബ്രാൻഡിങ് നന്മമരം എന്ന ബ്രാൻഡിങ് ആണ്. നമുക്ക് കുറച്ച് പൈസ കൊടുത്താൽ മതി, ബാക്കി സോഷ്യൽ മീഡിയ ആയിട്ട് എടുത്തോളൂ. അതേസമയം ഒരു പരസ്യം കൊടുത്ത് നല്ല അഡ്വർടൈസ്മെന്റ്സ് കൊടുത്ത് ബ്രാൻഡിങ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയുണ്ട്. അപ്പൊ ഇതാകുമ്പോൾ എളുപ്പമാണ്. അതായത് നമ്മൾ നന്മമരായ മതിയല്ലോ. ലുലു മുതലാളി, നന്മമരത്തിന്റെ പെരുന്നാളാണ് ലുലു മുതലാളി. പിന്നെ നമ്മുടെ മൈജി മുതലാളി, പിന്നെ പല ബോബി ചെമ്മണൂർ മുതലാളി. ഇങ്ങനെ മുതലാളിമാരെ സഹായിക്കാൻ വെമ്പല് കൊണ്ടിട്ട് ഇങ്ങനെ ഇടങ്ങേറെ നിൽക്കുന്ന കുറെ മുതലാളിമാരുണ്ട്. 1 by 1 ആയിട്ട് എന്തൊക്കെ സംഭവിക്കുമുള്ളതിന് കാത്തിരുന്ന് കാണാം. അതുവരെ എല്ലാ നന്മമരങ്ങളും നിങ്ങളുടെ നന്മമരത്തിന്റെ പ്രവർത്തികൾ ബ്രാൻഡിങ്ങിനാണെങ്കിലും കുറെ ആൾക്കാർക്ക് സഹായകമാകുമല്ലോ. പക്ഷേ ഒരു വലിയ പ്രോവർബുണ്ട്, കുറച്ച് പേർക്ക് കുറച്ച് പേരെ കുറച്ച് കാലത്തേക്ക് പറ്റിക്കാം, എല്ലാവർക്കും എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ കഴിയില്ല എന്ന ഒരു ആപ്തവാക്യം മനസ്സിൽ വെച്ചിട്ട് വേണം